എന്ത് പടാല്ലേ ഇതൊക്കെ? ശരിയാ, ഞാൻ അത് ആദ്യം കാണുന്നതേ മാമന്റെ വീട്ടിൽ പോയപ്പോഴാ, വീഡിയോ കാസ്റ്റ് ഇട്ടിട്ട്. അല്ല, അത് ഒരുപാട് കാലായില്ലേ, നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ലായിരുന്നുടാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയില്ലേ, അപ്പൊ മാമന്റെ വീട്ടിൽ പോയി. മാമന്റെ വീടിന്റെ മച്ചിന്റെ മുകളിൽ പെട്ടി നിറച്ചും വീഡിയോ കാസ്റ്റ്. ഞങ്ങള് പണ്ട് വെക്കേഷൻ നാട്ടിൽ പോകുമ്പോഴേ മാമൻ VCR എടുക്കും വാടകയ്ക്ക്. അപ്പൊ മാമൻ പറഞ്ഞതാ ഞങ്ങൾ ആദ്യം ഇട്ട് കണ്ട സിനിമ ഇതാത്രേ. അങ്ങനെ പറ, അല്ലെങ്കിൽ എല്ലാരും നീ പോടാ. എന്താടാ? അയ്യോ എന്റെ ഗൂഗിൾ മോനെ, ഒന്നുമില്ല, നിന്നെ ബാധിക്കുന്ന വിഷയമല്ല ഇത്. ഞങ്ങൾ കുറച്ച് സിനിമ കാണുന്ന ആൾക്കാർ തമ്മിലുള്ളൊരു സംഭാഷണം. നീ സിനിമയൊന്നും കാണാറില്ലേ? എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലേ. സിനിമയെ താല്പര്യമില്ലാത്തവരോട് ഈ ചർച്ചയിൽ നിന്ന് പോകാൻ പറഞ്ഞു. താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ സിനിമയെ കണ്ടിട്ടില്ല എന്നല്ല, സിനിമകളെ കണ്ടിട്ടുണ്ട്. എപ്പോ? അതേതറിയോ, ബാൻ ബാജ ബാരാത്ത്. അതൊന്ന് ദിവ്യ കറക്കിയെടുക്കാൻ വേണ്ടി. അത് മാത്രമൊന്നുമല്ല, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. ഏത് പടം? ഓ ഫാബി. ഓ ഫാബി അറിയില്ലേ? എടി ഗംഭീര പടാണ്, അന്ത കാലത്തെ ആനിമേഷൻ പടാണ് അല്ലേ. നീ യൂട്യൂബ് നോക്കടി. എടാ മോനെ, ഈ ലോകത്ത് ഓഫാബി മാത്രല്ല ഇഷ്ടം പോലെ സിനിമകൾ ഉണ്ട് കേട്ടാ. അല്ല, നീ 90s പടങ്ങൾ ഏതും കണ്ടിട്ടുണ്ടോ? ഓ പാബി അതല്ല. എടാ കിലുക്കം, വടക്കം വീരാഗത, ചമ്മക്കുളം തച്ചൻ, ഗോഡ് ഫാദർ, അത് കണ്ടിട്ടുണ്ടോ? ഗോഡ് ഫാദർ മറ്റേ ഇംഗ്ലീഷ് പടം അല്ലേ? അത് ദ ഗോഡ് ഫാദർ, മെർലൻ ബ്രാൻഡോടെ പടം. ഇത് സിദ്ദിഖ് ലാലിന്റെ ഗോഡ് ഫാദർ. പിന്നെ എടാ ഭരതം, ഏകലവ്യൻ, കിരീടം കണ്ടിട്ടുണ്ടോ? കിരീടം കൊള്ളാം, നല്ല റേറ്റ്. അതെന്താ ട്രഷർ ഹണ്ടിങ് ആണോ? ട്രഷർ ഹണ്ടിങ്ങാ നിനക്ക് കാണാ? ഹലോ, അവിടെ എന്തായി? അവിടെ ഉഷാറായിട്ട് നടക്കുന്നു. അതെ, ഒരു തവണ ചോദിച്ചാണ്. എന്നോട് ഇനിയും മനസ്സിൽ ദേഷ്യം ബാക്കിയുണ്ടോ? അയ്യോ, കാശായിട്ടൊന്നും കയ്യിലില്ല. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ ഒക്കെ ആയ കാരണം. ഫ്രണ്ട്സ്? അയ്യോ സത്യം, താനൊരു പാവാന്ന് എനിക്കറിയായിരുന്നു. പിന്നെ കാണിച്ച പോക്കറി തരത്തിന് കുറച്ചൊന്ന് കിടന്ന് ഓടട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കൊച്ചു കള്ളി, അപ്പൊ എന്നെ കളിപ്പിക്കായിരുന്നു. നല്ല ദിവസമാണല്ലോ, കൈ ഒന്നുകൊണ്ടൊന്ന് തരാം. അതിലൊന്നും വലിയ കാര്യമുള്ളൂ. എന്റെ വീട്ടിൽ സാറിന് അങ്ങനെയൊക്കെ പറയാം. അല്ല, ആരുടെ കല്യാണമാണ്? നമ്മുടെ ജിൻഡോന്റെ കല്യാണമാണെന്ന്. അപ്പൊ അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ പോവാൻ ലീവ് വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന്. അല്ലേ? എനിക്ക് ഒരു ലീവ് വന്നൂടോ സാറേ? കല്യാണം കഴിക്കുന്നതിന് ഒരു പ്രഹസനമാണ്. കറക്റ്റ്. പെണ്ണ് കാണാൻ ഒരു ലീവ് നടക്കൂല കൂട്ടാ. ഗൈസ്, ഐ വിൽ ബി ബാക്ക്. ഹലോ, കണ്ടാ ലീവ് വെച്ചപ്പോ അങ്ങനെ പോണ പോക്കണ്ട. എന്ത് കാണിക്കാനോ. എടാ, പെണ്ണ് കാണലെന്ന് പറയുമ്പോ അപ്പൊ നീ മാട്രിമോണി വഴി കണ്ടാ അതെന്തായി? ഓ അതൊന്നും ശരിയാവേലേ. നീ ഒന്ന് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടും പറഞ്ഞായിരുന്നല്ലോ. നേരിട്ട് കണ്ടപ്പോഴല്ലേ കുഴപ്പം. എന്ത് പറ്റി? ആ പെണ്ണെ കറുത്തിട്ടാന്നേ മൊത്തം ഫിൽറ്റർ അടിച്ച ഫോട്ടോ. അതിനെന്താന്നോ, എന്റെ കളറായിട്ട് മാച്ച് ആവില്ല. ഞാൻ ഭയങ്കര വെളുത്തിട്ടല്ലേ. നീ എവിടെ പോകുന്നു? ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. അല്ല, നിങ്ങൾ സംസാരിച്ചിരിക്കും. എന്തുവാണേ? അല്ല, ഈ